2023 ജൂൺ മാസം നടക്കാൻ പോകുന്ന NTA നെറ്റ് ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടിയുള്ളൊരു ക്വിക്ക് റിവിഷൻ വീഡിയോ ആണിത്. സോ ഇൻ ടുഡേയ്സ് വീഡിയോ വി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ദി ഏജ് ഓഫ് ചോസർ. 1340 to 1400 ആണ് ചോസറിൻ്റെ കാലഘട്ടം എന്നറിയപ്പെടുന്നത്, വിച്ച് മീൻസ് ദി ഹോൾ ഓഫ് 14th സെഞ്ച്വറി. നിറയെ സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, റിലീജിയസ് ആക്ടിവിറ്റീസ് ആൻഡ് ചേഞ്ചസ് നടന്നിട്ടുള്ളൊരു കാലഘട്ടമാണ് 14ാം നൂറ്റാണ്ട്. Some of the most important social and intellectual moments are: ഒന്നാമത്തത് ദ ബ്ലാക്ക് ഡെത്ത് 1348 to 49. പ്ലേഗ് മൂലം പോവേർട്ടി ഉണ്ടായി, ലോട്ട്സ് ഓഫ് പീപ്പിൾ ഡൈഡ്, ലോട്ട്സ് ഓഫ് പീപ്പിൾസ് ലൈഫ്സ് വെർ എഫക്റ്റഡ്. പിന്നെ ദ ബിഗിനിങ് ഓഫ് ദി 100 years ഓഫ് വാർ 1388. ഇത് നടക്കുന്നത് ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിലാണ്. മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് ദ പെസൻസ് റിവോൾട്ട് വിച്ച് ഹാപ്പൻഡ് ഇൻ 1381. Now about Chaucer. Geoffrey Chaucer lived during the reigns of Edward III, Richard II and Henry IV. Chaucer is known as the morning star of Renaissance. He is also the first national poet, first humanist, first novelist in verse. And ഇദ്ദേഹത്തിൻ്റെ പേട്രൻ്റെ പേര് ജോൺ ഓഫ് ഗോണ്ട് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ലിറ്റററി കരിയർ ഇസ് ഡിവൈഡഡ് ഇൻ ടു 3: ദ ഫ്രഞ്ച് പീരിയഡ്, ദ ഇറ്റാലിയൻ സ്റ്റേജ് ആൻഡ് ദ ഇംഗ്ലീഷ് സ്റ്റേജ്. ഡ്യൂറിങ് ദ ഫ്രഞ്ച് പീരിയഡ് ചോസർ സ്റ്റാർട്ടഡ് ട്രാൻസ്ലേറ്റിംഗ്. ദ ട്രാൻസ്ലേഷൻ ഓഫ് റോമൻ ഡി ല റോസ്, ദ ബുക്ക് ഓഫ് ഡച്ചസ്, ഇതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സമയത്താണ്. ഡ്യൂറിങ് ദ ഇറ്റാലിയൻ സ്റ്റേജ് ഹി റോട്ട് ദി പാർലിമെൻറ്റ് ഓഫ് ഫൗൾസ്, ട്രോയിലസ് ആൻഡ് ക്രിസൈഡ്. ട്രോയിലസ് ആൻഡ് ക്രിസൈഡ് ഒരു ലോങ് നറേറ്റീവ് പോയമാണ് ബേസ്ഡ് ഓൺ ബൊക്കേഷ്യോസ് ഫിലോസ്ട്രാറ്റോ ആൻഡ് ഇറ്റ് ഈസ് ഡെഡിക്കേറ്റഡ് ടു ജോൺ ഗവർ. പിന്നെ അടുത്ത വർക്ക് ദ ഹൗസ് ഓഫ് ഫെയിം, അതൊരു അൺഫിനിഷ്ഡ് പോയമായിരുന്നു ആൻഡ് ഇറ്റ് ഈസ് പബ്ലിഷ്ഡ് ഓർ കമ്പോസ്ഡ് ഇൻ ഒക്ടോസിലബിക് കപ്ലെറ്റ്സ്. അടുത്തത് ദ ലെജൻഡ് ഓഫ് ഗുഡ് വിമൻ, ഇറ്റ് ഇസ് എ നറേറ്റീവ് പോയം ദറ്റ് എംപ്ലോയ്സ് ഹീറോയിക് കപ്ലെറ്റ്സ്. അടുത്ത സ്റ്റേജാണ് ഇംഗ്ലീഷ് സ്റ്റേജ്. ഇറ്റ് ഈസ് ദ ടൈം വെൻ ഹീ റോട്ട് ദി കാൻറ്റർബറി ടെയിൽസ്. ഇതിൻ്റെ ഒരു ഐഡിയ ബോറോ ചെയ്തിട്ടുള്ളത് ബൊക്കേഷ്യോയുടെ ഡീകാമറൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വർക്കിൽ നിന്നാണ്. സോ ഇൻ ദി കാൻറ്റർബറി ടെയിൽസ് ഇൻക്ലൂഡിങ് ചോസർ 31 പിലിഗ്രിംസ് ഉണ്ട്. ദേ ആർ പ്ലാനിങ് ടു ഗോ ഓൺ എ പിലിഗ്രിമേജ് ടു ദ ഷ്രൈൻ ഓഫ് തോമസ് ബെക്കറ്റ് അറ്റ് കാൻറ്റർബറി. സോ ബിഫോർ ഗോയിങ് ടു കാൻറ്റർബറി അവർ സൗത്ത് വാക്കിൽ ടബാർഡ് ഇൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇന്നിൽ എല്ലാവരും കൂടുകയാണ്. ആൻഡ് ദേ ഡിസൈഡ് ദാറ്റ് അവരുടെ ജേർണിയിൽ വെൻ ദേ ആർ ഗോയിങ് ടു കാൻറ്റർബറി എല്ലാ ക്യാരക്ടേഴ്സും ഈ 31 പിലിഗ്രിംസും 2 കഥകൾ പറയും. 2 കഥകൾ കാൻറ്റർബറിയിലോട്ട് പോകുമ്പോഴും 2 കഥകൾ തിരിച്ചു വരുമ്പോഴും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കാൻറ്റർബറി ടെയിൽസ് ഒരു അൺഫിനിഷ്ഡ് വർക്കാണ് ആൻഡ് ചോസർ കംപ്ലീറ്റഡ് ഓൺലി 21 ഫിനിഷ്ഡ് ടെയിൽസ് ആൻഡ് 3 അൺഫിനിഷ്ഡ് വൺസ്. ഡ്രൈഡൻ ചോസറിൻ്റെ ക്യാരക്ടറൈസേഷന് ഡിഫൈൻ ചെയ്യുന്നത് ഹിയർ ഇസ് ഗോഡ്സ് പ്ലെൻറ്റി എന്നാണ്. ആൻഡ് ചോസർ ഹാഡ് യൂസ്ഡ് ഈസ്റ്റ് മിഡ്ലാൻഡ് ഡയലക്റ്റ് ടു റൈറ്റ് ദിസ്. ആൻഡ് ചോസർ വാസ് ദ ഫസ്റ്റ് ഗ്രേറ്റ് റൈറ്റർ ടു മേക്ക് ലാംഗ്വേജ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഒരു ഇമ്പോർട്ടൻസ് കിട്ടുന്നത് ഇദ്ദേഹത്തിൻ്റെ വർക്ക്സിലൂടെയാണ്. ആൻഡ് ഹീ ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആസ് വെൽ ആസ് ദി ഫാദർ ഓഫ് ഇംഗ്ലീഷ് ഫിക്ഷൻ. Then comes the Chaucerian stanza. It is also known as rhyme royal. ഇതിന് ഇങ്ങനൊരു ടേം വരാൻ കാരണം കിങ് ജെയിംസ് I ഓഫ് സ്കോട്ട്ലാൻഡ് യൂസ്ഡ് ദിസ് സ്റ്റൈൽ ഇൻ ഹിസ് വർക്ക് കിങ് ഇസ് സ്ക്വയർ. ആൻഡ് ഇറ്റ് ഈസ് എ 7-line stanza ഇൻ അയാംബിക് പെൻറ്റാമീറ്റർ. ആൻഡ് ഫ്രാൻസിൽ നിന്നാണ് ഈ ഒരു കോൺസെപ്റ്റ് ബോറോ ചെയ്തിട്ടുള്ളത്. ആൻഡ് ചോസർ ഹാഡ് യൂസ്ഡ് ദിസ് Chaucerian stanza in his works Troilus and Cresside, The Parliament of Fowls and also in Canterbury Tales. And Shakespeare ഈ ഒരു കോൺസെപ്റ്റ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് ഇൻ ഹിസ് വർക്ക് റേപ്പ് ഓഫ് ലുക്രീസ്. ഇനി ചോസറിൻ്റെ കണ്ടംപററീസ് ആരാന്നൊക്കെ നോക്കാം. ദ ഫസ്റ്റ് വൺ ഇസ് ജോൺ വൈക്ലിഫ് 1320 to 1384. And he had written many Latin books and he had many revolutionary opinions, and he is the first translator of the New Testament of Bible into English in the year 1380. And John Wycliffe is known as the morning star of Reformation. അടുത്ത ഓഥർ
വില്യം ലാംഗ്ലാൻഡ് 1332 to 1400. ഇദ്ദേഹത്തിൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഇസ് ദ വിഷൻ ഓഫ് വില്യം കൺസേണിംഗ് പിയേഴ്സ് ഓഫ് പ്ലോമാൻ. ദ നെക്സ്റ്റ് ഓതർ ജോൺ ഗവർ 1332 to 1408. ഇദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആർ സ്പെക്യുലം മെഡിയാൻറ്റസ് വിച്ച് ഇസ് പബ്ലിഷ്ഡ് ഇൻ ഫ്രഞ്ച്, വോക്സ് ക്ലമാൻറ്റസ് in Latin, and Confessio Amantis in English. The next author, John Barber 1316 to 1395. He is the first Scottish poet, and അദ്ദേഹത്തിൻ്റെ one of the most important work is Bruce, which is published in 1375. It is a very lengthy poem of 20 books and 13,000 lines. ഇതിനകത്ത് മെയിൻലി നറേറ്റ് ചെയ്യുന്നത് ദ ഹിസ്റ്ററി ഓഫ് സ്കോട്ട്ലാൻഡ്സ് സ്ട്രഗിൾ ഫോർ ഫ്രീഡം ഫ്രം 1286 to 1332. Then we have Sir Thomas More 1478 to 1535. He is the first writer of the middle style, and his famous work is Utopia, which was published in 1516. ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത് ലാറ്റിനിലാണെങ്കിലും ഇറ്റ് വാസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഇംഗ്ലീഷ് ബൈ റാൽഫ് റോബിൻസൺ. സോ ദി ഏജ് ഓഫ് ചോസറിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റുകളും റൈറ്റേഴ്സും വർക്ക്സും ഇതൊക്കെയാണ്. ഇൻ ദി അപ്കമിങ് വീഡിയോസ് നമ്മൾ ബാക്കിയുള്ള ഏജസും അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റുകളും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.